ഞാനിപ്പോൾ ബസ് കയറുന്നത് ഡബ്ലിനിലേക്കാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഏകദേശം ഒരു 340 കിലോമീറ്റർ 4 മണിക്കൂർ യാത്രയുണ്ട്. ഡബ്ലിൻ സിറ്റി എത്തിയിട്ട് വേണം അവിടുന്ന് കിലാർലേയിലേക്ക് നമുക്ക് തിരിക്കാൻ. നമ്മൾ ഡബ്ലിൻ സിറ്റി എത്തിക്കഴിഞ്ഞു. ലുവാസ് എന്ന ട്രെയിനിൽ നമുക്ക് ഹൂസ്റ്റൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. ഇവിടെ ഹൂസ്റ്റൺ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു. നമുക്ക് കിലാർനയിലോട്ടുള്ള ടിക്കറ്റും എടുത്തു. ഇവിടുന്ന് കിലാർനെ ഒരു 3 മണിക്കൂർ 20 മിനിറ്റ് ഉണ്ട്. ഇന്ന് താരതമ്യേന നല്ല കാലാവസ്ഥയുമാണ്. നമ്മുടെ ഈ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് കെറി എന്ന് പറയുന്ന പ്രദേശമാണ്, അല്ലെങ്കിൽ ഇവിടെ അതിനെ കൗണ്ടി എന്ന് പറയും. നമ്മൾ കിലാർനയിൽ എത്തിക്കഴിഞ്ഞു. കിലാർനയിലെ ടൗണുകളിലൂടെ നമ്മൾ നടന്ന് നീങ്ങുകയാണ്. ഞാൻ ഓൺലൈൻ വഴി റെയിൽവേ ഹോസ്റ്റൽ ബുക്ക് ചെയ്തിരുന്നു. കാരണം കമ്പാരിറ്റീവ്ലി അത് വളരെ ചീപ്പായതുകൊണ്ട് തന്നെ. ഇനി അവിടെ ചെന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം ടൗണിലേക്ക് ഇറങ്ങി ഭക്ഷണം വല്ലതും കഴിക്കാൻ. നൈറ്റ് ക്ലബ്ബ് സജീവമാണ്. ഫാമിലീസൊക്കെ അവരുടെ ഡേ ആഘോഷിക്കുകയാണ്. നല്ല മ്യൂസിക്, നല്ല ഡാൻസ്. ഞാൻ നന്നായി ആസ്വദിച്ചു. ഞാൻ ടാക്സി ബുക്ക് ചെയ്ത പ്രകാരം എന്നെ ഹോസ്റ്റലിൽ നിന്ന് നമ്മുടെ കൊടിമുടിയുടെ ബേസ് ക്യാമ്പായ ക്രോണിയൻസ് യാർഡിലേക്ക് കൊണ്ടുപോവുകയാണ്. 1/2 മണിക്കൂർ യാത്രയാണ് ഉള്ളത്. And he is the most experienced man over here. I'm not sure about that. Yeah, we go with it. Yeah, that's great. പാറ്റ്ഫാൽവേ എന്നറിയപ്പെടുന്ന ഹൈക്കിംഗ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെ ഓൺലൈൻ വഴിയാണ് ഞാൻ ബുക്ക് ചെയ്തത്. നമ്മുടെ ഗൈഡിൻ്റെ പേരാണ് ആൻഡി. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. സമയം 7:30. ബേസ് ക്യാമ്പായ ക്രോണിയൻസ് യാർഡാണ് ഈ കാണുന്നത്. ഗൈഡിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ യാത്രയ്ക്ക് മുന്നായിട്ട് ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്ത് യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. When your soul is linked to this universe, it will give you a call to experience its beauty. That's how it's called as hiking. ഇന്നത്തെ കാലാവസ്ഥ അനുകൂലമാണെന്നാണ് ഗൈഡ് പറഞ്ഞത്. യാത്രകൾ നടക്കുമ്പോൾ ശ്രദ്ധിച്ച് നടക്കണമെന്ന് ഗൈഡ് ഓർമ്മപ്പെടുത്തി. വീഡിയോ എടുക്കുന്ന ശ്രദ്ധയിൽ കാലിടറാനുള്ള സാധ്യതയുണ്ട്. നല്ല കോടമഞ്ഞും തണുപ്പുമുണ്ട്. ചരൽ പോലെ കല്ലുകളാണ്. ചെറിയ മഞ്ഞപ്പൊക്കൾ പലയിടത്തും കാണാം. അതിൻ്റെ ബൊട്ടാനിക്കൽ നെയിം എന്താണെന്നറിയില്ല, എന്നാലും കാണാൻ നല്ല അഴകുണ്ട്. അയർലൻഡിൻ്റെ പ്രത്യേകത എന്താണെന്നാൽ ഒരിക്കലും നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത ഒന്നാണ് കാലാവസ്ഥ. എപ്പോൾ വേണമെങ്കിലും പ്രതികൂലമാകാം. ഇതുവരെ കാലാവസ്ഥ കുഴപ്പമില്ലാതെ പോകുന്നു. ഇപ്പോൾ നമ്മൾ നടന്നു പോകുന്നത് ഗദക് എന്ന പുഴയുടെ അരികിലൂടെയാണ്. പലയിടത്തായിട്ട് ഇത് നമ്മൾ ക്രോസ് ചെയ്യുന്നുണ്ട്. 1-2 ചെറിയ പാലങ്ങൾ നമ്മളിതിനെ ക്രോസ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. നല്ല കുത്തൊഴുക്കുള്ള വെള്ളം കുടിക്കാൻ കൊള്ളാമെന്ന് വിചാരിച്ച് ഞാനൊന്ന് രുചിച്ച് നോക്കിയതാണ്. പക്ഷെ നല്ല ഉപ്പ് രുചിയാണ്. ഇടയ്ക്ക് വെള്ളം കുടിച്ച്, നമ്മുടെ കയ്യിലുള്ള വെള്ളം കുടിച്ച് നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ആക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. യാത്ര തിരിച്ച പോലെയല്ല പിന്നീടെന്ന് മനസ്സിലായി. നല്ല തണുപ്പും.
ഞാൻ ക്ഷീണം തെറ്റാതിരിക്കാൻ എൻ്റെ കയ്യിലുള്ള മിനറൽ വാട്ടർ, ഇലക്ട്രോലൈറ്റ്സ് അടങ്ങിയിരിക്കുന്ന മിനറൽ വാട്ടർ ഇടയ്ക്ക് ഓരോ സിപ്പ് കുടിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന പോക്കറ്റിലിട്ട കുറച്ച് ഉണക്കമുന്തിരിയും ഞാൻ ഇടയ്ക്ക് കഴിച്ചുകൊണ്ടിരുന്നു, ഒരു എനർജിക്ക് വേണ്ടിയിട്ട്. ഈ പോകുന്ന വഴിയിൽ കാണുന്ന ചെമ്മരിയാടുകൾ, അതിൻ്റെ മുകളിൽ തേച്ചിരിക്കുന്ന കളർ അതിൻ്റെ ഓണറിനെയാണ് സൂചിപ്പിക്കുന്നത്, അവർക്ക് തിരിച്ചറിയാനുള്ള ഒരു അടയാളമായിട്ട്. ഈ കൊടുമുടി മാഗ്ഗില്ലിക്കടി റേക്സ് താഴ്വരയാണ്. 3 കുടുംബത്തിൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണിത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഗേറ്റുകൾ അവർ സ്ഥാപിച്ചിട്ടുണ്ട്. അതാ ആ കാണുന്നതാണ് നമ്മൾ കയറാൻ ഉദ്ദേശിക്കുന്ന കൊടുമുടി, കാരുണ്ടോ ഹിൽ. കാരുണ്ടോ ഹിൽ 3407 അടി ആണ് അതിൻ്റെ ഉയരം. 3 പാതയുണ്ട് അതിൻ്റെ മുകളിൽ കയറാൻ. ഒന്ന് ഡെവിൾസ് ലാഡർ, ഓഷിലാഗുളി, പിന്നെ കഹർ റൂട്ട്. നമ്മൾ ഏറ്റവും കഠിനമായ ഡെവിൾസ് ലാഡർ ചെകുത്താൻ്റെ കോണിയിലൂടെയാണ് കയറാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ഹൈക്കിംഗ് അല്ലെങ്കിൽ മലകയറ്റത്തിന് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫിറ്റ്നസ് തന്നെയാണ്. ഹൈക്കിംഗ് അത്ര ഈസി അല്ല എന്നുള്ളത് പ്രൊഫഷണൽസിൻ്റെ കൂടെ സഞ്ചരിച്ചപ്പോൾ മനസ്സിലായ ഒരു വസ്തുതയാണ്. ഇടയ്ക്ക് ഗൈഡിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ബോഡി വാം ആവുന്നതിനാൽ നമ്മൾ ബേസ് ലൈൻ തെർമലിൻ്റെ മുകളിൽ അണിഞ്ഞിരിക്കുന്ന ടീഷർട്ട് ഇടയ്ക്ക് അഴിച്ച് മാറ്റേണ്ടതായിട്ടിരിക്കുന്നു. കാരണം അല്ലെങ്കിൽ നമ്മൾ ഓവറായിട്ട് സ്വെറ്റാകുകയും നമ്മൾ കൂടുതൽ ക്ഷീണിതനാകുകയും ചെയ്യും. ഈ പാതയൊക്കെ കുഴപ്പമില്ലാന്ന് തോന്നുമെങ്കിലും ഇവിടുത്തെ ചരലും കല്ലുകളും അടങ്ങിയ ഈ പാത നമ്മുടെ കാലുകളെ കൂടുതൽ മടുപ്പിക്കാൻ തുടങ്ങും. നല്ലൊരു ഹൈക്കിംഗ് ബൂട്ട് വളരെ അനിവാര്യമാണ്. ഈ കാണുന്ന ഇവിടുത്തെ ഏറ്റവും വലിയ ലേക്കാണ്, നല്ല തെളിഞ്ഞ വെള്ളവും. ഇനി ഇവിടെ നിന്നൊരു കോഫി കുടിച്ചിട്ടാകും യാത്ര. ഇവിടെ എല്ലാവരും ചായയാണ് കൊണ്ടുവരുന്നത്. ഞാൻ കോഫി കൊണ്ടുവന്നു. അതൊരു തെറ്റായിരുന്നു, കാരണം അത് കൂടുതൽ ഡീഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒരു ഡ്രിങ്കാണ്. അതിലൂടെ നമ്മൾ മുകളിലോട്ട് കയറണം. ഡെവിൾസ് ലാഡറാണ്. ഇനി നമ്മൾ അതികഠിനമായ ഡെവിൾസ് ലാഡറിലൂടെ കയറാൻ പോവുകയാണ്. കുത്തനെയുള്ള കയറ്റവും അതിലൂടെ ഒഴുകി വരുന്ന വെള്ളവും പലപ്പോഴും നമ്മുടെ ചുവടുകളെ അപകടത്തിൽപ്പെടുത്താനുള്ള സാധ്യത ഏറെയാണ്. ഇവിടെ കൂടുതലും അപകടങ്ങൾ നടക്കാറുള്ളതുമാണ്. അങ്ങനെ അപകടം നടക്കുമ്പോൾ ഇവിടുത്തെ ഏവിയേഷൻ്റെ സഹായത്തോടെ ഹെലികോപ്റ്റർ വഴി വന്ന് അവരെ സഹായിക്കുകയാണ് പതിവ്. കഴിഞ്ഞ മാസം കൂടി ഇവിടെ ഒരാളുടെ കാൽ ഫ്രാക്ചറായ സംഭവം ഐറിഷ് വാർത്തയിൽ വായിക്കാനിടയായി. കാലാവസ്ഥ പ്രതികൂലമായി വന്നാൽ അതിശക്തമായ കാറ്റും അനുഭവപ്പെടാം. എല്ലാം ചലഞ്ചും ഉൾക്കൊണ്ട് വേണം ഈ കയറ്റം നമ്മൾ കയറാൻ. ഇപ്പോൾ നമ്മൾ ഡെവിൾസ് ലാഡർ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് കയറി നിരപ്പായ പ്രതലത്തിൽ എത്തിയിരിക്കുകയാണ്. ദാ അവിടെ കാണുന്ന 2 തടാകങ്ങൾ, ഗോറഗ് പിന്നെ കാലി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കാരുണ്ടോ ഹില്ലിൻ്റെയും കോങ് ആൻഡ് ടൈനി എന്നറിയപ്പെടുന്ന കൊടുമുടികളുടെയും നടുവിലാണ്. ഇനി ഇവിടുന്ന് നമ്മുടെ കാരുണ്ടോ ഹിൽ കൊടുമുടിയിലേക്ക് 1 മണിക്കൂർ കയറണം. എൻ്റെ കാലുകളിൽ ചെറിയ തോതിൽ മസിൽ കയറ്റം അനുഭവപ്പെട്ടു തുടങ്ങി. ഗൈഡ് പറഞ്ഞത് എൻ്റെ ശരീരത്തിലെ ജലാംശം കുറഞ്ഞതുകൊണ്ടാണ് ആ മസിൽ കയറ്റം അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. വേദന കൊണ്ട് ഇരിക്കുമ്പോൾ ഗൈഡ് എന്നെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ കാരുണ്ടോ ഹില്ലിൻ്റെ കൊടുമുടിയുടെ മുകളിൽ എത്തിപ്പെട്ടു. അവിടെ 16 അടി പൊക്കമുള്ള ഒരു ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ കുരിശ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. 1950 മരത്തടി കൊണ്ട് സ്ഥാപിച്ച കുരിശ്. പിന്നെ 1976 100 പേരടങ്ങുന്നവർ ചേർന്ന് അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. പിന്നെ 2014 അത് മുറിച്ച് കളയുകയും അതിനെ വെൽഡ് ചെയ്ത് വീണ്ടും അവിടെ സ്ഥാപിക്കുകയും ചെയ്തെന്നാണ് ചരിത്രം. മുകളിൽ അതിനേരം ഒരു 5 മിനിറ്റ് ചിലവഴിക്കുന്ന സമയം കൊണ്ട് ഗൈഡ് തിരിച്ച് നമുക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞു. അതെന്നെ വല്ലാതെ നിരാശപ്പെടുത്തി. കാരണം എൻ്റെ കാലിലെ വേദന എന്നെ അലട്ടുന്നുണ്ടായിരുന്നു. തിരിച്ച് നമ്മൾ ഇറങ്ങുന്നത് കൊയ്നെ ആൻഡ് ടോയ്നെ കൊടുമുടിയിലൂടെയാണ്. കാരണം ഡെവിൾസ് ലാഡറിലൂടെ ഇറങ്ങുക എന്ന് പറയുന്നത് അതിസാഹസികമായ കാര്യമാണ്. ഈ കൊയ്നെ ആൻഡ് ടോയ്നയിലൂടെ ഇറങ്ങുന്ന ഒരു 6 ആക്ക് റൂട്ടാണ്. അവിടെയും ചരലുണ്ട്, വളരെ സൂക്ഷിച്ച് ഇറങ്ങേണ്ടതായിട്ടിരിക്കുന്നു.
നമ്മളെ റെസ്റ്റ് എടുക്കാൻ ഗൈഡ് അനുവദിക്കാത്തത് ബോഡി നമ്മുടെ വാമായിരിക്കുന്ന സമയത്ത് നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ കൂടുതൽ തണുക്കുകയും പിന്നെയുള്ള മൂവ്മെൻറ്റിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതും കൊണ്ടാണ്. നമ്മുടെ യാത്ര നിങ്ങൾ ആസ്വദിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ മുഴുവനും പോയി വരുവാനായിട്ട് 8 മണിക്കൂറാണ് ചെലവഴിച്ചത്. അപ്പോൾ ഇന്നത്തെ യാത്ര ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.